അന്തരിച്ച പ്രശസ്ത കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി സുഗത നവതി യാനം സംഘടിപ്പിച്ചു. കൊച്ചി വാട്ടർ മെട്രോയിൽ നടന്ന ചടങ്ങ് ജോയിന്റ് ഇൻകം ടാക്സ് കമ്മീഷണർ ജ്യോതിസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുത്ത 90 സ്കൂൾ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. സുഗതകുമാരിയുടെ കവിതകളും വിനോദ പരിപാടികളുമായി ജയരാജ് വാര്യർ കുട്ടികളുമായി സംവദിച്ചു. മരങ്ങൾക്ക് വേണ്ടി പാടിയ, അതിൽ ഉള്ളുലഞ്ഞ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ വേദന ഏറ്റെടുത്ത ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എന്ന് നോക്കുമ്പോൾ സുഗതകുമാരി ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ സത്യവും സൗന്ദര്യവുമാണ് അവരുടെ സാത്വിക ഭാവം. അവരുടെ രചനകളെല്ലാം സത്യമായിരുന്നു. അവരെ ആരാധിച്ചിരുന്ന സൗന്ദര്യം. സുഗതകുമാരി ഏതൊക്കെ ബിജെപി മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനും പരിപാടിയിൽ പങ്കെടുത്തു. ഈ നാട്ടിലെ ജനങ്ങൾക്കും നാടിനും വേണ്ടി ഒഴിഞ്ഞു വെച്ചുകൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയാണ് അതെല്ലാം കുട്ടികൾക്ക് പകർന്നു കൊടുത്ത് കുട്ടികളെ പ്രബുദ്ധരാക്കി ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കാൻ അവർക്ക് പ്രേരണയും പ്രചോദനവും നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. കവിതകളിലുടനീളം അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി. ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ദേശത്താകമാനം സ്വാതന്ത്ര്യ സേനാനികളെ സ്മരിക്കുന്ന വേളയിൽ സുഗതകുമാരിയുടെ അച്ഛൻ ബോധേശ്വരൻ ചെയ്ത മഹത്തായ സംഭാവനകൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിച്ച ഒട്ടേറെ സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിച്ചുകൊണ്ടും ഈ യാത്ര തുടരുകയാണ്. ഈ കുട്ടികളുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് സാമൂഹ്യ പ്രതിബദ്ധതയാണ്.